വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് ചെമ്മീൻ റോസ്റ്റ്. ഞാനിങ്ങനെ എനിക്കങ്ങനെ വലിയ കാര്യത്തിൽ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പം യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എന്താ പറയുക, സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളി കൊണ്ടാണ് ഉണ്ടാക്കണേ. ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ ഉള്ളി മാത്രം, വേറെ കിട്ടില്ല, ഉള്ളിയുണ്ട്, ഇഞ്ചി, പച്ചമുളക് ഇത്ര മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നമുക്ക് എന്താ ഇപ്പം എല്ലാ കാര്യം ഉള്ളി ഇടുന്നതാണല്ലോ കൂടുതൽ ടേസ്റ്റ് സവാളയെക്കാളും. അപ്പം ഞാൻ ഉള്ളി ഇട്ടാണ് ഉണ്ടാക്കാൻ പോണേ. സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവള് ഉറങ്ങിയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്ക് കിടന്ന് ഉറങ്ങിയാലും ചുണ്ടാദ്യം. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ. നമുക്ക് നല്ല ചെമ്മീനായിരുന്നു, നല്ല ഫ്രഷ് ആയിരുന്നു. കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് ആയിരുന്നു. ഇപ്പോൾ 2-3 ദിവസം വെച്ചിട്ട് അതിനോട് ഞാൻ കൊഴുവ വാങ്ങിച്ചായിരുന്നു അന്ന്. അപ്പോൾ കൊഴുവാണ് ആദ്യം വെച്ചത്. കാരണം ഇത് നന്നാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്നലെ ഇരുന്ന് ഞാൻ ചോദിച്ചാലും കൂടി ഒരുമിച്ച് നന്നാക്കിയത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് തീരണല്ല, ഇവളും നോക്കണം. ഒരുമിച്ച് നന്നാക്കി പകുതി, ബാക്കി പകുതി എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അതായത് ഈ ചെമ്മീൻ നമ്മൾ വാങ്ങിച്ചിട്ട് 2-3 ദിവസമായിട്ടോ. അപ്പോൾ നമുക്ക് വെക്കാനുള്ള ടൈം കിട്ടാതിരുന്ന കാരണം നമ്മൾ വെക്കാതിരുന്നത് കണ്ടില്ലേ. നല്ല ഫ്രഷ് ചെമ്മീൻ തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഐസായിട്ട് ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട മാറാനായിട്ട് വെള്ളം ഒഴിച്ച് കിട്ടിയിരുന്നു. എന്നിട്ട് നമുക്ക് നന്നാക്കി തുടങ്ങാം. അങ്ങനെ ചെമ്മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ ഞാനത് ചെമ്മീനൊക്കെ നന്നാക്കി മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ വേഗം ചെയ്തു. അത് നമ്മൾ ഷൂട്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മുളകും ഇതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് ചെമ്മീനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇടാണ് കേട്ടോ. ഞാനതങ്ങനെ എല്ലാം വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല, കാരണം നമ്മളാരും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മളങ്ങനത്തെ എല്ലാം തിക്കാക്കി ഈ കിടക്കണേ. അതിനിപ്പോൾ വറുത്ത് വരുമ്പോൾ ചെറുതായിട്ട് ചുരുങ്ങുമല്ലോ. എന്തായാലും ചെമ്മീൻ നല്ല ചെമ്മീനായിരുന്നു കേട്ടോ. കാരണം സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ വറുത്ത് വരുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും, കടിച്ച് കഴിഞ്ഞ് ഭയങ്കര മുറുക്കായിരിക്കും കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളി ചുവന്നുള്ളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തു, 2 കഷ്ണം ഇഞ്ചി എടുത്തായിരുന്നു. ചുവന്നുള്ളി ഞാനിങ്ങനെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചത്, പിന്നെ അരിഞ്ഞിട്ടില്ല, ചതച്ചാണ് ഇട്ടത് കേട്ടോ. ഞാൻ സാധാരണ സവാളയൊക്കെ ഉള്ളപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ഞാനങ്ങനെ അരിഞ്ഞാണ് ഇടാറ്. ഇത് ഞാനൊന്ന് ചതച്ചിട്ട് നോക്കി. ഇതും പിന്നെ ഇഞ്ചിയും പച്ചമുളകും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ചെമ്മീൻ ചട്ടിയിൽ തന്നെയാണ് വറുത്ത് ചെമ്മീനൊക്കെ നമ്മൾ മാറ്റി വെച്ചു. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഉണ്ടാക്കി. ഇതിൽ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതിന് കഴുകി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിലാണ് നമ്മൾ ഉണ്ടാക്കണത്. ചുമന്നുള്ളിയൊക്കെ ഇട്ടു, മുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ പാകത്തിന് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, കാരണം ഉപ്പിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ പാടുമല്ലോ അത്. അപ്പോൾ അതിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ആദ്യം ഉണ്ടാക്കണേ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. കുറച്ച് വേപ്പില ഇട്ടു. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഇതെല്ലാം നല്ല കുറച്ച് തീ കൂട്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് തന്നെ. കാരണം ഇത് വേഗം ഒന്ന് ആയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അവൾ എനിക്ക് കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കത്തില്ല. അവൾ ഉറങ്ങണ കാര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് അവള് ഉറക്കത്തിന് എനിച്ചു. പിന്നെ അപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പോയത്. പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് ഉറക്കിയിട്ടും വീണ്ടും അവൾ എനിറ്റു. അത് തന്നെ ഇതിനിപ്പോൾ അതിൽ പറയാം മുളക് പൊടിയും ഒന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇടണം. കാണിച്ചു കേട്ടോ. ഞാൻ പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടി അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ, ചെറിയ എരിവിനായിട്ട്. ഞാൻ പിന്നെ ലേശം ചൂടുവെള്ളം ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ടേ നമ്മളിങ്ങനെ ഗ്രേവിച്ചിരുന്ന് ഒഴിക്കരുത്, കുഴമ്പ് മട്ടിലൊന്നും ആക്കാമെന്ന് വെച്ചിട്ട്. ഇപ്പോൾ അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നമുക്കൊന്നല്ല, പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുന്ന കണ്ടേക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓ എൻ്റെ പറ്റിയതാ.
അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒരു കുഴമ്പം മട്ടിലായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വേപ്പിലൊക്കെ ഇടാം. വേപ്പിലൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ചേട്ടൻ വന്നു കേട്ടോ. അന്ന് ഇത്തിരി നേരത്തെ എത്തിയേക്കണ ആൾക്ക് ഇത്തിരി പനിയും ചുമയൊക്കെ ആയ കഴിഞ്ഞ് തീരെ വയ്യായിരുന്നു, അതാണ് നേരത്തെ വന്നത്. അപ്പം ഞാൻ താഴെ തുണിയിടാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ചുണ്ടുവിന് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ ഇപ്പോൾ തുണിയിടാനൊക്കെ ആയിട്ട് പോവാണ്. അല്ലേ കാറോടെ നിന്ന് അളച്ചപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ലൈറ്റ് കണ്ടെങ്കിൽ ഇപ്പോൾ ആകെ കൂടി ഇരുട്ടായി തുടങ്ങി കേട്ടോ. ശരിക്കും ഒരു 8 മണി അല്ല 8:30 ആയി ഇപ്പോൾ സമയം. അപ്പോൾ അതിന് ഭയങ്കര ഇരുട്ടാണ് പുറത്ത്. അപ്പോൾ ഇനി കാറ് ലൈറ്റ് അടിച്ചിട്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഇനി റൂമിലേക്ക് പോകുള്ളൂ. ഇതാണ് തുണിയിടുന്ന സ്റ്റാൻഡ് കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഇത്. അവളിത് കാറിൽ ഇരിക്കുകയാണ്. കുറേ നേരമായി അവൾ സുജാനെ കാണാണ്ടിരുന്ന് കരച്ചിലായിട്ട്. പിന്നെ ഇത് സുജാൻ എടുത്തിന് മുമ്പേക്ക് പോയി. ഇനി റൂമിൽ എത്തണം, ഫുഡൊക്കെ കഴിക്കണം. അവൾക്കും ചെറുതായിട്ട് പനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ആൾക്ക്. ഞാനിത് ഇപ്പോൾ ഇത്തിരി കറി എടുത്തിട്ട് സുജാന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വായ നന്നായിന്ന് പറയണം. താങ്ക് യു. ചുണ്ടുവിനാ ചുണ്ണി എൻ്റെ പൊണ്ണി എൻ്റെ പേര് അമ്മ വേറെ ടീസ്പൂൺ തരാം, അമ്മ വേറെ ടീസ്പൂൺ തരാം. സിനിമ സുമതി വളവ് ജഷ്ന. അങ്ങനെ ഞങ്ങളിതേ പുതിയ സിനിമ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൃദയപൂർവ്വമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടത് ഇപ്പോൾ ചോദിച്ചാൽ ചായ വെക്കുകയാണ്, തൊണ്ടവേദനയൊക്കെ. അപ്പോൾ ചായയൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങളത് കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.